കോതമംഗലത്ത് യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ വിഷം നൽകിയെന്ന് പോലീസിനോട് തുറന്ന് സമ്മതിക്കുകയാണ് പെൺസുഹൃത്ത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് തെളിഞ്ഞാൽ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. യുവതിയുമായി അൻസലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധു മുജീബ് പറയുന്നു. ഈ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരണം. അതിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് എപ്പോൾ വരും? അരിയ അല്പസമയം മുൻപാണ് കോതമംഗലം മാതിരപ്പള്ളി സ്വദേശിയായ അൻസലിന്റെ മൃതദേഹം ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം, അതായത് ഈ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷം ഉള്ളിൽ കലർന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമേ പോലീസിന് കേസെടുക്കുക സാധ്യമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഏതായാലും കൊലപാതക ശ്രമത്തിന് ഈ പെൺകുട്ടിക്കെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ താൻ വിഷം കലർത്തി നൽകിയതാണ് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. 29-ാം തീയതി രാത്രിയാണ് ഈ ചേലാട് സ്വദേശിയായ ഈ യുവതിയുടെ വീട്ടിലേക്ക് അൻസൽ എത്തുന്നത്. ശേഷം 30-ാം തീയതി പുലർച്ചെ ഈ ബന്ധുക്കളെ വിളിച്ച് തനിക്ക് ഇത്തരത്തിൽ ഈ യുവതി വിഷം നൽകിയിട്ടുണ്ട് എന്നറിയിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കും അൻസൽ തന്നെയാണ് വിവരം അറിയിച്ചത്. ശേഷം പോലീസും ബന്ധുക്കളും സ്ഥലത്തെത്തി അൻസലിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം ബന്ധുക്കൾ പറയുന്നത്, ഇത്തരത്തിൽ തന്റെ മകന് വിഷം കലർത്തി നൽകിയെന്ന് അൻസലിന്റെ മാതാവിനെ തന്നെ ഈ യുവതി ഫോൺ വിളിച്ച് പറയുകയുണ്ടായി. അൻസലിനെ കുറിച്ച് പോലീസ് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, നിരവധി NDPS കേസുകളിൽ പ്രതിയാണ്, വിവാഹിതനാണ്, മക്കളുമുണ്ട് എന്നാണ് പറയുന്നത്. ഈ യുവതിയുമായി സാമ്പത്തിക ഇടപാട് ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതിൽ 300 ml വിഷം, അതായത് ഈ കളനാശിനിയാണ് അൻസലിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നാണ് പരിശോധനയിൽ വിഷം നൽകിയെന്ന പെൺകുട്ടിയെ സമ്മതിച്ചിട്ടുണ്ട് സ്നേഹ. പക്ഷെ ഇപ്പോഴും എന്തിനാണ് വിഷം നൽകിയത്? ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ച കാരണം എന്താണ് എന്ന് പറയുന്നുണ്ടോ? എന്തിലാണ് വിഷം കലർത്തി നൽകിയത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഭക്ഷണത്തിലാണ് വിഷം കലർത്തി നൽകിയത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോഴും എന്തിലാണ് വിഷം കലർന്നത്, ഉള്ളിൽ ചെന്നത് എന്നൊരു വിവരം ഒക്കെ തന്നെയും ലഭ്യമായിട്ടില്ല. ഏതായാലും പെൺകുട്ടി പോലീസിനോട് അത് സമ്മതിച്ചിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇന്നലെ തന്നെ പോലീസ് ഈ ബന്ധുക്കളുടെ മൊഴിയിൽ യുവതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അൻസലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുവതിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഏറെ നാളായി ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ യുവാവിന് വിഷം കലർത്തി കൊലപ്പെടുത്താൻ ഈ യുവതി തയ്യാറായത് എന്ന് തന്നെയാണ് വിവരം. ചേലാട് ഭാഗത്തു നിന്നുമുള്ള ഒരു കടയിൽ നിന്നാണ് ഈ പെൺകുട്ടി വിഷം വാങ്ങിയിരിക്കുന്നത്. ശേഷം ഇത് പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ, അതായത് ഈ വിഷം കലർത്തി നൽകിയ കുപ്പികളൊക്കെ തന്നെ ഈ പോലീസ് ഈ സ്ഥലത്തു നിന്നും ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിവരം ഈ അൻസൽ തന്നെയാണ് ബന്ധുക്കളെയും അതുപോലെ തന്നെ പോലീസിനെയും വിളിച്ച് അറിയിക്കുന്നത്. അതിനുശേഷമാണ് ആംബുലൻസ്, അതായത് 30-ാം തീയതി പുലർച്ചയോടുകൂടി തന്നെ ഏകദേശം ഒരു 4:30 തന്നെ ആംബുലൻസ് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ സമീപത്തു നിന്നും അൻസലിനെ ആംബുലൻസിൽ കയറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ശേഷം ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണപ്പെട്ടത്. ഏതായാലും വിഷം ഉള്ളിൽ കലർന്നിട്ടുണ്ട് എന്ന് തന്നെ പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് വ്യക്തമാണ്. അതിനൊരു സ്ഥിരീകരണം മാത്രമാണ് ആവശ്യം. അതിനുശേഷം മാത്രമായിരിക്കും. ഇപ്പോൾ അല്പസമയം മുൻപാണ് സ്നേഹം നിൽക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അൻസലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക.